സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം. തിരുവല്ലയിലെ അടക്കം വിഭാഗീയത പരിഹരിക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായി. എഡിഎം നവീൻ ബാബുവിന്റെ മരണത്തിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾ അനാവശ്യ പ്രതികരണങ്ങൾ നടത്തിയെന്നും കണ്ണൂർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും പ്രതിനിധികൾ ഉന്നയിച്ചു. റിപ്പോർട്ടിന്മേൽ ചർച്ച ഇന്നും തുടരും. ശശിനാരായണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശശി, ഗുഡ് മോർണിംഗ്. ഇന്നും ചർച്ച തുടരുമെന്ന് അറിയുന്നു. ഇന്നലെ വലിയ വിമർശനമുണ്ടായി നേതൃത്വങ്ങൾക്കെതിരെ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അശ്വതി. എന്തായാലും സിപിഎമ്മിന്റെ ജില്ലാ സമ്മേളനം ഇന്നും തുടരുകയാണ്. റിപ്പോർട്ടുമുള്ള ചർച്ചകൾ ഇന്നും തുടരുകയാണ്. ഇന്നലെ റിപ്പോർട്ട് അവതരിപ്പിച്ച ശേഷം ഉന്നയിച്ച വിമർശനങ്ങൾ വലിയ തോതിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനെ അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. അതിൽ പ്രധാനമായും നവീൻ ബാബുവിന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലയിലെ ചില നേതാക്കൾ അനാവശ്യ വിവാദങ്ങൾ നടത്തിയതും പ്രതികരണങ്ങൾ നടത്തിയതുമൊക്കെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് പ്രതികൾ ഉന്നയിച്ചു. ഒപ്പം ഈ വിവാദങ്ങൾ പി ദിവ്യയെ വലതുപക്ഷ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇടയാക്കി. സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ ഇടപാട് ശരിയായിരുന്നുവെങ്കിലും കണ്ണൂർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളെ ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും വിമർശനം ഉയർന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ള തിരുവല്ലയിലെയും കൊടുങ്ങല്ലൂരിലെ വിഭാഗീയതയാണ്. ഈ വിഭാഗീയത പരിഹരിക്കുന്നതിന് ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തിയാണ് ലോക്കൽ സമ്മേളനം നടത്താനും ഏരിയ സമ്മേളനം അടക്കം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ഇത്തരത്തിൽ കാര്യങ്ങൾ ഇത്തരമുള്ള വിമർശനങ്ങൾ പ്രതികൾ ഉന്നയിച്ചു. ഒപ്പം VP-ക്കെതിരെയും CP ജയരാജനെതിരെയും വിമർശനം ഉന്നയിക്കുന്നു. ജാവദേക്കറെ കണ്ടതല്ല മറിച്ച് നന്ദകുമാറുമായി EP-ക്കുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യങ്ങൾ പ്രതികൾ ചോദിക്കുന്നു. ജില്ലയിലെ വിഭാഗീയത പരിഹരിക്കുന്ന അപ്പുറം ജില്ലയിലെ നേതാക്കൾക്ക് പണത്തോടുള്ള ആർത്തി വർദ്ധിക്കുന്നതായും പ്രതികൾ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം പരാതികൾ സംസ്ഥാന നേതൃത്വത്തിൽ ജില്ലയിൽ നിന്നും മേൽവിലാസമില്ലാത്ത കൃത്യമായ മറുപടി ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു മേൽവിലാസമില്ലാത്ത നിരവധി പരാതികൾ ജില്ലയിലെ നേതാക്കൾക്കെതിരെ സംസ്ഥാന നേതൃത്വം ലഭിച്ചിട്ടുണ്ടെന്നും ഗോവിന്ദൻ ഇന്നലെ പറയുകയുണ്ട്. അത്തരത്തിൽ വിമർശനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ഈ എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പ്രതികൾ ഉന്നയിക്കുന്നത്. പാർട്ടിക്ക് അത് അവമതി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അനാവശ്യ പ്രതികരണങ്ങൾ മലയാളപ്പുഴയിലുള്ള നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ വരുന്നു. ഇന്നും ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ തുടരും. ഇനി പാർട്ടിക്കെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഒക്കെ നേതാക്കൾക്കെതിരെയുമാണ് ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവുന്നത്, വിമർശനങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നാളെ വൈകിട്ടാണ് സമ്മേളനം സംഭവിക്കുന്നത്. നാളെ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അശ്വതി. ശരി, ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.